നമസ്തേ സർ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ സഹവീര്യംകരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പഞ്ചമസ്കന്ധം 10-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം. പഞ്ചമസ്കന്ധം 10-ൽ 10. ബ്രാഹ്മണ ഉവാചാം സ്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭക്തു സമേ സ്യാത് യദി വീരഭാരം ഗന്ധുര്യതി സ്യാത് അധിഗമ്യമത്വാ പീവേതിരാശോ മവിതം പ്രവാദം. ഇപ്പോഴാണ് ഭരതൻ മറുപടി പറയാൻ ആരംഭിക്കുന്നത്. രാജാവിന്റെ പരിഹാസദ്യോതകമായ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഭരതൻ ആ പരിഹാസദ്യോതകമായ വാക്കുകൾക്കെല്ലാം തക്ക മറുപടി ആദ്യം കൊടുക്കുകയാണ്. ആദ്യത്തെ ഭാഗം അതാണ്. ത്വയാ ഉദിതം, താങ്കളാൽ പറയപ്പെട്ടത് വ്യക്തം, നിശ്ചയമായിട്ടും, അവിപ്രലബ്ധം, വിപ്രലബ്ധമല്ലാത്തത്. പ്രലബ്ധം പരിഹാസദ്യോതകമായി പറയുന്നതാണ്, വഞ്ചനാരൂപത്തിൽ പറയുന്നതാണ് വിപ്രലബ്ധം. വിപ്രലബ്ധം അല്ലാത്തത് അവിപ്രലബ്ധം. ത്വയാ ഉദിതം വ്യക്തം അവിപ്രലബ്ധം, താങ്കളാൽ പറയപ്പെട്ടത് തീർച്ചയായിട്ടും പരിഹാസദ്യോതകമായത് അല്ല. എന്താണ് കാരണം? ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് അഹോ കഷ്ടം ഭ്രാതർ വ്യക്തം ഒരു പരിശ്രാന്തോ ദീർഘമധ്വാനം ഏകേവ ഊഹ്യവാൻസിക്കും. ഇത്രയും ദൂരം അങ്ങ് തന്നെ ഈ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നുവല്ലോ, കഷ്ടം എന്നാണ് ആദ്യം പറഞ്ഞത്. അതിന് മറുപടിയാണ് തത്വഹു സമേ സ്യാത് യദി വീര ഭാര. ഹേ വീരനായ രാജാവേ, ഞാൻ ഈ ഭാരം ചുമക്കുന്നു എന്ന് എനിക്ക് തോന്നുകയല്ലോ എനിക്ക് ഭാരമുള്ളൂ. ഞാനല്ല ഇതൊന്നും ചുമക്കുന്നു. ഭർത്തുഹു, ധരിക്കുന്നവൻ അല്ലെങ്കിൽ ചുമക്കുന്നവനാണ്. ഭാരഹ യദി സ്യാത്, ചുമക്കുന്നവന് ഭാരമുണ്ടെന്ന് തോന്നിക്കുന്നുവെങ്കിലല്ലേ സമയം സ്യാത്, എനിക്കതുണ്ടാവുള്ളൂ. ഗന്ധുര്യതി സ്യാത് അധിഗമ്യം അത്വാ, നടക്കുന്നവനാണെങ്കിലല്ലേ ഉള്ളൂ. ഇത്ര ദൂരം ഞാൻ നടന്ന് കഷ്ടപ്പെടുന്നോന്ന് ഞാൻ നടക്കുന്നുമില്ല, ഞാൻ ഈ ഭാരം എടുക്കുന്നില്ല, ഞാൻ നടക്കുന്നില്ല. ഗന്ധുഹു യദി സ്യാത്, ഗമിക്കുന്നവന്, അത്വാ അധിഗമ്യം യദി സ്യാത്, വഴി അധിഗമിച്ചു പോകുന്നു എന്ന് തോന്നിച്ചെങ്കിലല്ലേ ഉള്ളൂ. എനിക്കതില്ല. പിന്നെ അങ്ങ് പറഞ്ഞത് സംഹരണാംഗോ ജലഫാച ഉപദ്രുതോ, പ്രായം ചെന്ന് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നതാണ് താങ്കൾ. പീവേതി രാശവുന്ന വിധം പ്രവാദ, പീവ തടിച്ചവനാണ് എന്നത്
രാശൗ, രാശി എന്ന് വെച്ചാൽ സംഘാതം, കാര്യകാരണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സംഘാതത്തിനാണ് ഇവിടെ രാശി, കൂട്ടം എന്നുള്ള രാശി എന്ന വാക്കിന്റെ അർത്ഥം. രാശൗ, രാശി. പ്രവാദ, രാശിയിലാണ്. വിദാം ന പ്രവാദ, വിദാം പ്രവാദ അറിഞ്ഞവനെ ഈ പ്രവാദം അല്ലെങ്കിൽ ഈ സംസാരം അവനുണ്ടാകുന്നതല്ല. ഭാരം വഹിക്കുന്നവന് ഭാരമുണ്ടെങ്കിലും ആ ഭാരം ഞാനാണ് വഹിക്കുന്നത് എന്ന് സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ ക്ഷീണത്തിന് അവകാശം. ജഡമായ ശരീരമാണ് ഈ ഭാരം വഹിക്കുന്നത് എന്നോ അതൊരു ഭാരമാണെന്നോ അറിയുകയില്ല. ആ ശരീരം ഞാനല്ല, ശരീരം എന്റേതാണ്, ഞാൻ ശരീരത്തിനപ്പുറത്താണ്. അതുകൊണ്ട് ഭാരം വഹിച്ച ക്ഷീണം എനിക്കില്ല. ഞാനാണ് ഭാരം വഹിക്കുന്നത് സ്വയം അഭിമാനിച്ചെങ്കിൽ എനിക്ക് ക്ഷീണമുള്ളൂ. ഞാനല്ല ഒക്കെ വഹിക്കുന്നത്. ഒക്കെ ആ ശരീരം അതിന്റെ പണി വേണം ചെയ്തു. അതേപോലെ സഞ്ചരിക്കുന്നവനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളത്. സഞ്ചരിക്കുന്ന ഞാനാണെന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ നടന്നിട്ടൊന്നും എത്തുന്നില്ല എന്നെനിക്ക് തോന്നുക. എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യം ആയ ഞാൻ സഞ്ചരിക്കുന്നുമില്ല, പോകുന്നുമില്ല, വരുന്നുമില്ല, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥാനമില്ല, പുറപ്പെടുന്നൊരു സ്ഥലമില്ല. അതിനാൽ ഞാൻ ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞത് സത്യമല്ല, ശരി തന്നെയാണ്. പിന്നെ പറഞ്ഞത് തടിയനാണ്, പീവരൻ. കാരണം ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഈ പുഷ്ടി. പീവരത്വം, രാശവും ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. തടിച്ചു കൊടുക്കുന്ന ശരീരമാണ്. ആത്മാവിന് സ്ഥൗല്യതയില്ല, കൃശതയില്ല, സൂക്ഷ്മതയില്ല, ഒന്നുമില്ല. ഞാൻ എന്ന് വിളിക്കുന്ന ആത്മസ്വരൂപത്തിന് നന്നായിട്ട് തടിച്ചു കൊടുത്താൽ തോന്നിക്കല്ല. ശരീരമാണ് തടിച്ചു കൊടുക്കുന്നത്, ശരീരമാണ് ക്ഷീണിക്കുന്നത്. ഇതൊക്കെ ശരീരത്തിനാണ്, എനിക്കല്ല. അതുകൊണ്ട് അങ്ങ് ഞാൻ തടിയരാണ് എന്ന് പറഞ്ഞതിലും അബദ്ധമില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് രാജാവേ, ഈ 3 വിധത്തിൽ അങ്ങ് പറഞ്ഞതും അബദ്ധമാണെങ്കിൽ പോലും അബദ്ധമല്ല എന്ന് രാജാവിന്റെ വാക്കിനെ ഉദാത്തമായ വേദാന്ത ചിന്ത കൊണ്ട്, ആത്മചിന്ത കൊണ്ട് ഖണ്ഡിച്ചു എല്ലാത്തിനും. രാജാവ് അറിയാതെ ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസ്വമേഷ്യാത് ഇതി വീരഭാര ഗന്തുര്യതിഷ്യാദധിഗമ്യമത്വാ വിവേതിരാശൗനവിദം പ്രവാദം ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസ്വമേഷ്യാത് ഇതി വീരഭാര ഗന്തുര്യതിഷ്യാദധിഗമ്യമത്വാ വിവേതിരാശൗനവിദം പ്രവാദം. സ്ഥൗല്യം കാർഷ്യം വ്യാധയ ആധയശ്ച ക്ഷുത്രയം കലിരിച്ഛാജരാജരാജത മന്യുരഹം മതസ്ഥോ ദേഹേന ജാതഫ്യഹിമേ സന്ധി. സ്ഥൗല്യത, തടിച്ചിരിക്കുക. കാർഷ്യത, ക്ഷീണിച്ചിരിക്കുക. വ്യാധി, ശരീരത്തിന്റെ രോഗം. ആധി, മനസ്സിന്റെ രോഗം. സ്ഥൗല്യം, കാർഷ്യം, വ്യാധേഹ, ആധേഹ. ക്ഷുതൃക്ഷ്, ദാഹം, വിശപ്പ്. ഭയം, കലിഹി, ദ്വേഷ്യം. ഇച്ഛ, ആഗ്രഹങ്ങൾ. ജര, ഇതൊക്കെ നിദ്ര, ഉറക്കം. രതിഹി, രതിയുള്ള താല്പര്യം. മഞ്ഞുഹു, അഹംഭാവം. മഞ്ഞുഹു എന്താണ്? കോപം. അഹം മദഹ, ഞാനെന്ന മദം. ശുചു,
ദുഃഖം, സങ്കടം ഒക്കെ ദേഹേന ജാതസ്യ, ദേഹത്തോടെ ജനിച്ചവനാണ്, ദേഹത്തിനാണ് മേ എന്ന സന്ധി, എനിക്കില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ദേഹത്തിൽ അഭിമാനിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധിക്കത്തുള്ളൂ. ദേഹത്തിനാണ് സ്ഥൗല്യത, ദേഹത്തിനാണ് കൃശത, ദേഹത്തിനാണ് രോഗം, ദേഹത്തിലിരിക്കുന്ന മനസ്സിനാണ് രോഗം, ദാഹവും വിശപ്പും ഒക്കെ ശരീരത്തിനാണ്, ഭയം ഉണ്ടാകുന്നതും മനസ്സിനാണ്, കലി ഉണ്ടാകുന്നതും മനസ്സിന്റെ ഭാവമാണ്, ഇച്ഛയും അതാണ്, ജരയുണ്ടാകുന്നത് ശരീരത്തിനാണ്, തൊലി ചൊരിയുന്ന ശരീരത്തിനാണ്, നിദ്രയുണ്ടാകുന്നത് ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും, രതി ഉണ്ടാകുന്നത് മനസ്സിന്റെ ഉത്കൃഷ്ടമായ സന്തോഷഭാവം, കോപവും ഞാനെന്ന ഭാവവും ദുഃഖവും ഒക്കെ ശരീരത്തിനുള്ളിൽ ഞാനെന്ന ആത്മഭാവത്തെ ബാധിക്കില്ല. ഇതൊന്നും എന്നെ ബാധിക്കില്ല, എനിക്കിതൊന്നും ഉണ്ടാകുന്ന. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുത്ഭയം കലിരിച്ഛാജരാച നിദ്രാരതന്മന്യുരഹം മദശുചോ ദേഹേജാതഫ്യഹിമേ വസന്തി. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുത്ഭയം കലിരിച്ഛാജരാച നിദ്രാരതന്മന്യുരഹം മദശുചോ ദേഹേന ജാതഫ്യഹിമേ വസന്തി. ജീവന്മതത്വം നിയമേന രാജൻ ആദ്യന്തവദ്യദ്വികൃതസ്യ ദൃഷ്ടം സ്വാമ്യഭാവോ ധ്രുവൈഡ്യയത്രാം അഭ്യച്യുതേഹോ വിധിവിദ്യയോ. പിന്നെ അങ്ങ് എന്നെ വിളിച്ചു ഒന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, താങ്കൾ ജീവൻ മൃതനാണോ? ഞാനീ പറയുന്നതിനൊന്നും മറുപടി പറയുന്നില്ലോ. കിമിത വരേത്വം ജീവൻ മൃതോ മാം കദർത്ഥീകൃത്യ ഭർത്തൃശാസനം അതിചരഫി. നീ ജീവിച്ചിരിക്കെ മരിച്ചവനാണോ? എന്റെ വാക്കുകളെ നിസ്സാരമാക്കി മാറ്റിയിട്ട് താന്തോന്നിവാസം ചെയ്യുന്നവനാണ് നീ. ജീവനുള്ളപ്പോ തന്നെ നീ മരിച്ചവനാണോ? അതോ എന്റെ വാക്ക് നിസ്സാരമാക്കിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ യമധർമ്മ രാജാവിനെ പോലെ ഞാൻ നിന്നെ ശിക്ഷിക്കേണ്ടവൻ എന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ജീവൻ മൃതത്വം എന്ന് പറഞ്ഞില്ലേ അങ്ങ്. നിയമേന രാജൻ, ഹേ രാജാവേ, അത് നിയമാനുസരണം ആദ്യന്തവത് യത് അവികതസ്യ ദൃഷ്ടം. ആദ്യന്തവത്, ആദിയും അന്തവും ഉള്ള യാതെന്നാണോ അതിനെ വികൃതസ്യ, വികാരങ്ങൾ മാറ്റമുണ്ടാകുന്ന ആ വസ്തുവിനെ ജീവൻ മൃതത്വവും മരണവും നിയമേന ദൃഷ്ട, വിധിപൂർവ്വം കാണപ്പെടും. ആദ്യന്തവത് യത്, ആദിയും അന്തവും ഉള്ളത് യാതൊന്നാണ്. അവിടെ മാത്രമേ ജീവൻ മൃതത്വമുള്ളൂ. ജനിച്ചു മരിച്ചു എന്ന്, ജനിക്കുക മരിക്കുക എന്നുള്ള ഈ സ്വഭാവം, അത് ആദ്യന്തവത് ആദിയും അന്തവും ഉള്ള ഒരു വസ്തുവിന് മാത്രമേ അതുണ്ടാവുകയുള്ളൂ. വികാരമുള്ളതിനേ ഉള്ളൂ മരണം. മരണം ഒരു വികാരമാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് ഒരു വികാരം ഉണ്ടാകുന്നു, മാറ്റം. കൗമാരത്തിൽ യൗവനത്തിലേക്ക് മാറ്റം, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് മാറ്റം, വാർദ്ധക്യത്തിൽ നിന്ന് മരണത്തിലേക്ക് മാറ്റം. ഇതൊരു മാറ്റമാണ്, വികാരം. ആദ്യന്തവത് യത് വികൃതസ്യ ദൃഷ്ടം.
ഇത് ആദ്യന്തങ്ങളുള്ള വികാരമുള്ളതിന് മാത്രമേ ജീവനമൃതത്വം കാണപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ജന്മമരണങ്ങളില്ല, എനിക്ക് വികാരങ്ങളില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഞാനെന്ന ആത്മസത്ത. അങ്ങനെയുള്ള ഒരാൾക്ക് ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. അങ്ങനെ ആണെങ്കിൽ പിന്നെ അതിന് വികാരം ഉണ്ടാവുന്നില്ല. ജനിച്ചു കഴിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ വികാരങ്ങൾ. ജനിച്ചെങ്കിലല്ലേ മരിക്കുന്നുള്ളൂ. ഇത് രണ്ടും എനിക്കില്ല. അതൊക്കെ ഈ ശരീരത്തിലാണ്, എന്നെ ബാധിക്കില്ല. സ്വസ്വാമ്യഭാവോ, പിന്നെ ഞാൻ രാജാവാണ്, താങ്കൾ എൻ്റെ ജീവനക്കാരനാണ്, ജോലിക്കാരനാണ് എന്നൊക്കെ ഉള്ള ഒരു സ്വസ്വാമ്യഭാവം, താനെന്നും തൻ്റെ സ്വാമിയാണെന്നും ഉള്ള ഭാവം ധ്രുവ നിശ്ചയമായിട്ടും ഈട്യ സ്തുതിക്കപ്പെട്ടവനെ എത്ര തർഹി അച്യുതയസോ പൃഥികൃത്യയോഗ. അതൊക്കെ അച്യുതനാണ്, മാറ്റമുണ്ടാകാതെ നശിക്കാതെ പോകുന്ന ഒരാൾക്ക് കൽപ്പനയെന്നും കർമ്മമെന്നുള്ള ഒരു ചേർച്ച കൊണ്ട് പറയുന്നു മാത്രം. സ്വം എന്നും സ്വാമ്യം എന്നുമുള്ള ഭാവം നശിക്കാത്തതോ ധ്രുവ, നശിക്കുന്നല്ലേ. ഒരാൾ എക്കാലവും സ്വാമിയായിട്ടിരിക്കുമോ? ഇല്ല. ഇന്ന് അങ്ങ് രാജാവാണ്, ഈ രാജ്യത്വം നശിച്ചാൽ പിന്നെ സ്വാമിയും നില പോയില്ലേ? പിന്നെ ആരെങ്കിലും രാജാവെന്ന് വിളിക്കുമോ? ഞാൻ നാളെ രാജാവായാൽ അങ്ങ് എന്നിൽ ആരോപിച്ച ഭൃത്യത്വം നശിക്കും. ഇത്ര ചഞ്ചലമാണ് സ്വാമി ഭൃത്യഭാവങ്ങൾ. ഞാൻ സ്വാമിയാണ്, നീ ഭൃത്യനാണ് എന്ന് അഭിമാനിച്ചിട്ട് എന്താ കാര്യം? ഞാൻ സ്വാമിയാണെന്ന് പറഞ്ഞതിന് മുൻപ് താങ്കൾക്ക് സ്വാമി അല്ലാണ്ടാവാം, ആ സ്ഥാനം പോകാം. ഞാൻ ഭൃത്യനാണെന്ന് പറഞ്ഞതിന് മുൻപ് ഞാൻ രാജാവായെന്ന് വരാം. ഇതൊക്കെ ആപേക്ഷികതയല്ലേ, ഇതൊക്കെ സ്ഥിരമല്ല. ആ അസ്ഥിരത്തെ സ്ഥിരത്വേന അറിവുള്ളവർ കാണില്ല. താങ്കൾക്ക് വേണ്ട വിധത്തിലുള്ള ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് രാജാവ് പറഞ്ഞ ഓരോ പരിഹാസദ്യോതകമായ വാക്കുകൾക്കും വ്യക്തമായ മറുപടി ആത്മബോധത്തോടെ കൊടുക്കുകയാണ്. ജീവൻ മതത്വം നിയമേന രാജൻ ആദ്യന്തവദ്യദ്വികൃതസ്യ ദൃഷ്ടം, ആദ്യന്തവത് യത് വികൃതസ്യ ദൃഷ്ടം, ആദ്യന്തവദ്യദ്വികൃതസ്യ ദൃഷ്ടം സ്വസ്വാമ്യഭാവോ ധ്രുവ ഈറ്റയത്ര തർഹ്യച്യുതേഫോ വിധിവൃത്യയോഗം. ജീവൻ മതത്വം നിയമേന രാജൻ ആദ്യന്തവദ്യദ്വികൃതസ്യ ദൃഷ്ടം സ്വസ്വാമ്യഭാവോ ധ്രുവ ഈറ്റയത്ര തർഹ്യച്യുതേഫോ വിധിവൃത്യയോഗം. വിശേഷബുദ്ധേർ വിവരം മനച്ച പശ്യാമ എന്ന വ്യവഹാരതോന്യത് ഈശ്വരസ്തത്ര ഈശിതവ്യം തഥാവിരാജൻ കരവാമകിന്തേ. വിശേഷബുദ്ധി, വിശേഷബുദ്ധിയുടെ വിവരം എന്നുവെച്ചാൽ പ്രവേശിക്കാനുള്ള സ്ഥലം, ഇട എന്നർത്ഥം. വിവരം കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാർ, കേൾക്കാം. ശരി ശരി.
വിശേഷബുദ്ധിർവിവരം മനാക്ഷ. വിവരം മനാക്ഷ. മനാക്ഷ അല്പൂന്ന്. മനാക്ഷ പശ്യാമ എന്ന വ്യവഹാരതോ അന്യത്. അന്യത് വ്യവഹാരത അന്യത്. വ്യവഹാരത്തിൽ നിന്നും അന്യമായിട്ട് അല്പം പോലും ഞങ്ങൾ കാണുന്നില്ല. വിശേഷബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് പ്രവേശിക്കാൻ ഇടം അല്ലെങ്കിൽ സ്ഥലം എന്നുള്ളത് ലോകവ്യവഹാരത്തിൽ നിന്നും അന്യനായ ഒരാൾക്ക് ഞങ്ങൾ കാണുന്നില്ല, അല്പം പോലും കാണുന്നില്ല. അങ്ങ് രാജാവ്, ഞാൻ ഭൃത്യൻ എന്നുള്ള വിശേഷമായ ഈ ഭാവനയ്ക്ക്, അതാണ് വിശേഷ ബുദ്ധി. ഞാൻ മനുഷ്യനാണ് എന്നുള്ളത് കൂടാതെ ഞാൻ രാജാവാണ്, ഞാൻ ഭൃത്യനാണ് എന്നുള്ള വിശേഷ ബുദ്ധിയാണ്. മനുഷ്യൻ ആണെന്നുള്ളത് സാമാന്യ ബുദ്ധി, എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യനും. ഞാൻ ഇന്നാരാണ്, ഞാൻ ഓഫീസറാണ്, ഞാൻ മാനേജറാണ് എന്നിങ്ങനെ ഓരോരുത്തരും വിശേഷ ബുദ്ധി കൊണ്ട് അഭിമാനിക്കുന്നു. ആ വിശേഷ ഭാവനയ്ക്ക് ലോകസമ്പ്രദായം അനുസരിച്ച് മാത്രമല്ലാതെ ഒരു വിശേഷവും ഞങ്ങൾ കാണുന്നില്ല. അത് ലോകത്തിന്റെ വ്യവഹാരമാണെന്ന് മാത്രമേ ഉള്ളൂ. ആരും ജനിച്ചത് മാനേജരായിട്ടല്ല, രാജാവായിട്ടല്ല, ഭൃത്യനായിട്ടല്ല, പിതാവായിട്ടല്ല, ഒന്നുമല്ല. പിന്നെ ഇതൊക്കെ വ്യവഹാരം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന. ഇത് ലോക സ്വഭാവമാണ്. ഇതറിഞ്ഞവർക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ ആരാണ് സ്വാമി, ആരാണ് ഭൃത്യൻ? രണ്ടും കൽപ്പിതമല്ലേ, തൽക്കാലത്തെ കൽപ്പിച്ചുണ്ടാക്കി വെച്ചതല്ലേ. ഈശ്വര തത്ര കിം ഈശിതം. ആരാണ് ഈശ്വരൻ, ആരാണ് ഈശിതവ്യൻ, ആരാണ് ഭരിക്കുന്നത്, ആരാണ് ഭരിക്കപ്പെടേണ്ടത്? ഈശ്വരൻ ഭരിക്കാൻ ശക്തമായവൻ, ഈശിതവ്യൻ ഭരിക്കപ്പെടാൻ യോഗ്യതയുള്ളവൻ. അങ്ങനെ ആരാണിപ്പോ ഈ ലോകത്തിലുള്ളത്? ഈശ്വര തത്രകം ഈശിതവ്യം തഥാപി. എന്നിട്ടും രാജൻ, അല്ലയോ രാജാവേ, കിം തേ കരവാമ, അങ്ങേക്ക് എന്ത് ചെയ്യണമോ അത് ഞങ്ങൾ ചെയ്തോളാം. ഇതാണ് സത്യം. ഇതറിഞ്ഞിട്ട് സംസാരിക്കൂ. ഞാൻ ഈ പല്ലക്ക് ഒന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിശേഷബുദ്ധിർ വിവരം മനാക്ഷം പശ്യാമയെന്ന വ്യവഹാരതോന്യത് ഈശ്വരസ്തത്രകമീശിതഭ്യം തഥാവിരാജൻ കരവാമകിം തേ. വിശേഷബുദ്ധിർ വിവരം മനാക്ഷം പശ്യാമയെന്ന വ്യവഹാരതോന്യത് ഈശ്വരസ്തത്രകമീശിതവ്യം തഥാവിരാജൻ കരവാമകിം തേ. ഉന്മത്തമത്ത ജലവത് സംസ്ഥാം യതസ്യമേ വീരചികിത്സിതേന അർത്ഥക്രിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ടവേഷാം. ഉന്മത്തമത്ത ജലവത്. ഉന്മത്തൻ, മത്തൻ, ജഡ്. ഒന്ന് ഭ്രാന്തൻ, അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ചവൻ, മന്ദബുദ്ധി. ഇവരെ പോലെ ജഡവത്, അവരെ പോലെ സ്വസംസ്ഥാം, തന്റെ സ്വരൂപസ്ഥിതി, സ്വന്തമായ സംസ്ഥ, ഇരിപ്പ്, സ്വരൂപസ്ഥിതിയെ യതസ്യമേ പ്രാപിച്ചിരിക്കുന്ന എനിക്ക്, ഹേ വീര, ചികിത്സിതേന, ചികിത്സ എന്ന വ്യാപാരം കൊണ്ട് അർത്ഥക്രിയാൻ എന്ത് പ്രയോജനം? ഭവതാ ശിക്ഷിതേന, അങ്ങയാൽ ശിക്ഷിക്കപ്പെടുന്നവനായ എനിക്ക്, സ്തബ്ധപ്രമസ്തസ്യ, സ്തബ്ധനും പ്രമത്തിനുമായ എനിക്ക് അങ്ങയുടെ ശിക്ഷാവ്യാപാരം പിഷ്ടപേഷ, പൊടിച്ചതിന് പൊടിച്ചതുപോലെയാണ്. അരിപ്പൊടി വീണ്ടും പൊടിക്കുന്ന പോലെയാണ്.
പിഷ്ടപേഷണം എന്ന് പറയും. ഇനി അങ്ങ് പറഞ്ഞല്ലോ യമധർമ്മനെ പോലെ ഞാൻ ശിക്ഷിക്കേണ്ടി വരുന്നു. അതിനുള്ള മറുപടിയാണ് ഭ്രാന്ത് പിടിച്ചവൻ, മദ്യപാനം കൊണ്ട് മതിച്ചവൻ, ജന്മന മന്ദബുദ്ധി, ഇവരെ പോലെ അങ്ങയാൽ കാണപ്പെടുന്നവനാണ് ഞാൻ. ഞാനിത് ഒന്നുമല്ല, പക്ഷെ അങ്ങേക്ക് എന്നെ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ വാസ്തവത്തിൽ സ്വരൂപകമായ തൻ്റെ സ്വസ്ഥാനം, സ്വസംസ്ഥ, ആ ബ്രഹ്മത്തിൽ നിന്നും തെറ്റാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങയ്ക്ക് ചികിത്സ കൊണ്ട് വിശേഷ ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. അങ്ങ് എന്നെ ശിക്ഷിക്കുക എന്നുള്ള ഒരു ചികിത്സയാണ്. ആ ചികിത്സ കൊണ്ട് എനിക്കൊരു ഫലവും ഉണ്ടാവില്ല. ഇനിയും അങ്ങ് വിചാരിക്കുന്ന പോലെ ഞാൻ അഹങ്കാരി, മദ്യപാനം കൊണ്ട് മത്തനം ഒക്കെയാണ് എന്ന് വിചാരിച്ച് അങ്ങ് ദണ്ഡശിക്ഷ കൊണ്ട് എന്നെ ശിക്ഷിച്ചാലും അതും ഫലമില്ല. കാരണം സ്വതവേ ഞാൻ ദുഷിച്ചവനാണ്. അങ്ങനെയുള്ള ഒരാളെ ശിക്ഷിച്ച് നന്നാക്കാൻ എളുപ്പമല്ല. സ്വാഭാവികമായും ദുഷിച്ചിരിക്കുന്ന ഒരാളെ ശിക്ഷിച്ച് നന്നാക്കാൻ പറ്റില്ല. അയാളെ ശിക്ഷിക്കാൻ പുറപ്പെട്ടാൽ ദുഷിച്ച വസ്തു വീണ്ടും ദുഷിക്കുന്ന പോലെയാണ്. അതേ സമയത്ത് ദോഷം തൽക്കാലം വന്നു ചേർന്നാണെങ്കിൽ ശിക്ഷിക്കാം. ഇതല്ല, എന്റെ ജന്മന ഉള്ളതാണ് ഈ ഭാവം. ജനിച്ചപ്പോ തന്നെ മന്ദബുദ്ധിയാണ്, ഭ്രാന്തനെ പോലെ തോന്നിക്കുന്നവനാണ്, മദ്യപാനിയെ പോലെ തോന്നിക്കുന്നവനാണ്. അങ്ങനെയുള്ള എന്നെ ഇനി വീണ്ടും ശിക്ഷിച്ചാൽ ആ ശിക്ഷ വീണ്ടും ഒരു പിഷ്ടപേഷണം പോലെ ആവുള്ളൂ. ദുഷിച്ച വസ്തുവിനെ വീണ്ടും ദുഷിപ്പിക്കുന്നവൻ, പൊടിച്ചതിനെ വീണ്ടും പൊടിക്കുന്ന പോലെ ആവുള്ളൂ. അതുകൊണ്ട് നിഷ്പ്രയോജനമാണ് അങ്ങയുടെ ശിക്ഷ. ശിക്ഷിക്കുന്നത് തൽക്കാലം തെറ്റിയത്, സ്വാഭാവികമായും തെറ്റും പാപവും ഒന്നും ചെയ്യാത്ത ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാളെ ശിക്ഷിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് അയാളെ പഴയ പോലെ നല്ലവനാക്കി മാറ്റണം. അതാണ് ശിക്ഷയുടെ ഉദ്ദേശം. ഇത് എനിക്ക് അങ്ങനെയല്ല. ഞാൻ ജന്മം തന്നെ എങ്ങനെയാണ്? എന്നെ ശിക്ഷിക്കാൻ പുറപ്പെട്ടാൽ അത് വീണ്ടും അപകടമായേ തീരുള്ളൂ, പൊടിച്ച പോലെ ആവുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്നെ ശിക്ഷിക്കാൻ പുറപ്പെടുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും അങ്ങേക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല. കാരണം അങ്ങ് ശിക്ഷിക്കുന്ന എന്റെ ശരീരത്തെയാണ്, അല്ലെ എന്റെ മനസ്സിനെയാണ്, എന്റെ ഇന്ദ്രിയങ്ങളെയാണ്. ഈ ശിക്ഷകളൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ അതിൻ്റെയൊക്കെ അപ്പുറത്ത ആത്മസ്വരൂപന. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇനി അങ്ങ് അത് ശിക്ഷിച്ചാൽ അങ്ങേക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും, ഞാൻ ശിക്ഷിച്ചു എന്ന് സന്തോഷം ഉണ്ടാകും, അതും കിട്ടില്ല. രണ്ടും ഉണ്ടാവില്ല. പിന്നെന്താ ശിക്ഷകളുടെ കാര്യം? ഉന്മത്തമത്ത ജലവത്വ സംസ്ഥാം ഗതഫ്യമേ വീരചികിത്സിതേന അർത്ഥക്രിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തഫ്യ ച പിഷ്ടവേഷാം ഉന്മത്തമത്ത ജലവത്വ സംസ്ഥാം ഗതഫ്യമേ വീരചികിത്സിതേന അർത്ഥക്രിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തഫ്യ ച പിഷ്ടവേഷാം. ഇത്രയുമാണ് അങ്ങ് എന്നോട് ആക്ഷേപഹാസ്യത്തിൽ പറഞ്ഞ് എന്നെ ശകാരിച്ചത്. എന്നൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം നീയും ഞാൻ പല്ലക്ക് ചോദിച്ചോളാം, എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞ് ഉപസംഹരിച്ചിട്ടുള്ളൂ. ശ്രീശുകൻ ബാക്കി കഥ പറയുകയാണ്. ഏതാവതനുവാദ പരിഭാഷയാം പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരത ആത്മന്യനിമിത്ത ഉപഭോഗേന കർമാരർത്ഥം വ്യപനയൻ രാജയാനമപി തഥോവാഹ. ഏതാവത് ഇത്രയും അനുവാദ പരിഭാഷയ. അനുവാദം പറഞ്ഞതിനെ വീണ്ടും ഭാഷ മാറ്റി മറ്റൊന്നായിട്ട് പറയുക. അനുവദിച്ചതിനെ പരിഭാഷ ചെയ്യുക. അനുവദിച്ചത് താങ്കൾ പറഞ്ഞു,
അതിന് ഞാൻ ഒരു മറുഭാഷയിൽ കൂടി മറുപടിയും പറഞ്ഞു. താങ്കൾ മറുഭാഷയിൽ കൂടി എന്നെ ആക്ഷേപിക്കുന്ന പോലല്ലേ പറഞ്ഞത്? ഞാനും ഇപ്പോൾ ഒരു മറുഭാഷയിൽ അങ്ങൊരു മറുപടിയും പറഞ്ഞു. ഏതാവത് അനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ. മറുപടി പറഞ്ഞിട്ട് മുനിവരനായ ഭരതൻ ഉപശമശീലനായ ഭരതൻ ഉപരത അനാത്മനിമിത്ത ഉപഭോഗേന ശമിച്ചിരിക്കുന്ന ദേഹാഭിമാന കാരണമായ അജ്ഞാനത്തോടു കൂടിയവനായ മുനിവരൻ. ഉപരത അനാത്മനിമിത്ത ഉപഭോഗേന, ആത്മാവല്ല എന്നുള്ള അജ്ഞത കൊണ്ട് ഉണ്ടായ ദേഹാഭിമാനം കാരണമായി തീർന്നവനായ മുനിവരൻ ഉപഭോഗേന കർമ്മ ആരബ്ധം കർമ്മ, പ്രാരബ്ധമായ കർമ്മത്തെ ഉപഭോഗേന അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ വ്യപനയൻ, അതൊക്കെ തീർക്കാനായിട്ട് രാജയാനമപി തഥാ ഉവാഹ, രാജാവിന്റെ പല്ലക്ക് അതുപോലെ വീട്ടിൽ വായിച്ചു. രാജാവ് പറഞ്ഞതിന് ആ പറഞ്ഞ ഭാഷയിൽ തക്ക മറുപടിയൊക്കെ കൊടുത്തിട്ട് ശാന്ത സ്വഭാവനാണെങ്കിലും ദേഹാത്മഭാവത്തിന് കാരണമായ അവിദ്യ കൊണ്ട് ബാധിച്ചിരിക്കുന്നതിനാൽ അവിദ്യയിൽ നിന്ന് താൻ ഇപ്പോൾ മുക്തനായതുകൊണ്ട് പ്രാരബ്ധകർമ്മത്തെ അനുഭവിച്ചു തീർക്കാൻ ഈ ശരീരം വീഴുന്നിടം വരെ ഇത് അനുഭവിച്ചേ വിട്ടു. അതുകൊണ്ട് തൻ്റെ ഇപ്പോഴത്തെ ജോലി എന്താണ്? പല്ലക്ക് വഹിച്ച് രാജവാഹനത്തെ നേരത്തെ പോലെ വഹിച്ചുകൊണ്ട് പിന്നെ ഏതാവതനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരതാരാത്മ അനാത്മനിമിത്ത ഉപഭോഗേന കർമാരർത്ഥം വ്യപനയൻ രാജയാനമപി തഥോ വാഹാം. ഏതാവതനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരതാനാത്മനിമിത്ത ഉപഭോഗേന കർമാരർത്ഥം വ്യപനയൻ രാജയാനമപി തഥോ വാഹാം. തഥാപി പാണ്ഡവേയ സിന്ധു സൗവീരപരി തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാധികൃത അധികാരഹൃദയഗ്രന്ഥിമോചനം ദ്വിജവജാശ്രുത്യാം ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാവരുക്ഷിശിരസാം പാദമൂലമുപസൃതഃ ക്ഷമാപയൻ നിർഗത വിഗത നൃപദേവ സ്മയ ഉവാച. തഥാപി അവനാകട്ടെ, ആ രഘുവനാകട്ടെ, ഹേ പാണ്ഡവയ, പാണ്ഡവംശത്തിന്റെ കുലദീപമായി തീർന്നിരിക്കുന്ന അല്ലയോ പരീക്ഷത്തെ, സിന്ധു സൗവീരപതിയായ രഘുഗണൻ തത്വജിജ്ഞാസായ, തത്വമറിയാൻ ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ രഘുവിന്റെ യാത്ര. കപിലാശ്രമത്തിലേക്ക് പോവാണ്, തത്വം അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുന്നതിന് ഇപ്പൊ ഈ തത്വം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് തത്വം എന്ന്. തത്വ ജിജ്ഞാസായ, തത്വം അറിയാനുള്ള ആഗ്രഹത്തിൽ സമ്യക് ശ്രദ്ധയ, നല്ല ശ്രദ്ധയോടെ അധികാരത്തെ പ്രാപിച്ചവൻ, അധികാരത്തെ പ്രാപിച്ചവനായിട്ട് തത്വം കേൾക്കാനുള്ള അധികാരം പ്രാപിച്ചവനായിട്ട് വേദാന്തം പഠിക്കാനുള്ള അധികാരിയായി തീർന്നിട്ട് ഹൃദയഗ്രന്ഥിമോചനം, അതുകൊണ്ട് തൻ്റെ ഹൃദയഗ്രന്ഥിയിലേക്ക് മോചനമുണ്ടായി. തൻ്റെ ഹൃദയത്തിന്റെ കെട്ടുകൾ, അഭിമാനമെന്ന കെട്ടുകളൊക്കെ വിട്ടുപോകും, മോചിപ്പിച്ചു പോകും. അങ്ങനെയുള്ളതാണ് ദ്വിജവചഹം. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വാക്ക് തൻ്റെ ഹൃദയത്തിലെ ഞാനെന്ന അഭിമാനത്തിന്റെ കെട്ടഴിച്ചു കളയുന്നതാണ്. അത് ആശ്രിത്യ കേട്ടിട്ട് ബഹുയോഗ ഗ്രന്ഥസമ്മതം, ഈ കേട്ടത് അനേക യോഗ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്.
100 പുസ്തകം വായിക്കുന്നതിനേക്കാൾ 4 ശ്ലോകം കൊണ്ട് എന്താണ് ഞാൻ ആത്മാവെന്ന് വ്യക്തമാക്കി കിട്ടി. അല്ല അത്ഭുതമായി അല്ലേ പറഞ്ഞേ? വേദത്തിലെ 4 തത്വങ്ങളാണല്ലോ 4 അതെ സ്റ്റാൻഡേർഡ്സിൽ കൂടെ അതെ പറയുന്നത്. അതെ അതെ 4 ശ്ലോകത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോ ഇതറിയാനാ താൻ ഈ യാത്ര പുറപ്പെട്ടു പോയത്. അത് പറയുമ്പോ ഞാനിങ്ങനെ അത് അങ്ങനെ ആലോചിക്കായിരുന്നു. തത്വമസി അകം അതെ എല്ലാം തോന്നിട്ടുണ്ട്. എല്ലാം അതിൽ വരുന്നുണ്ട് 4. ഇതറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് ഞാൻ ഈ പുറപ്പെട്ടത്. അപ്പൊ ഇത് പെട്ടെന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അനേക ബഹു യോഗഗ്രന്ഥ സമ്മതമാണ്. അനേക യോഗശാസ്ത്രങ്ങളാൽ കിട്ടാവുന്ന ആ ലഘുവായ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ത്വരയാ അവരുഹ്യ വേഗം ചാടിയിറങ്ങി. ശിരഫ് കൊണ്ട് പാദമൂലം അവന്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചിട്ട് ക്ഷമ ചെയ്തുകൊണ്ട് വിഗത നൃപദേവസ്മയ രാജാവാണ് എന്നുള്ള സ്മയം അഹങ്കാരത്തെ വിഗതമാക്കി കളഞ്ഞിട്ട് ഉവാച പറഞ്ഞു. ഒരു മനുഷ്യനെ ഒരു 4 ശ്ലോകം കൊണ്ട് നന്നാക്കി എടുക്കാൻ പറ്റും എന്ന് വ്യാസം കാണിച്ചു കൊടുക്കാണ്. എന്തുമാത്രം അഹങ്കരിച്ച് ധിക്കാരം പറഞ്ഞ് കളിയാക്കി വിധിച്ച് നടന്ന ഒരാളെ ഒന്നുമല്ല, ദീർഘമായ ഉപദേശം ഒന്നുമല്ല, വെറും 4 ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് അയാൾ എങ്ങനെ ഇങ്ങോട്ട് കളിയാക്കി പറഞ്ഞോ അതേപോലെ തിരിച്ച് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ഞാനൊന്നും അറിയാത്ത മട്ടിൽ ഇദ്ദേഹം യാത്രയാക്കി. നിമിഷം കൊണ്ട് രഘുവിന്റെ മനസ്സ് മാറി. താഴെ ഇറങ്ങി വന്ന് ബ്രാഹ്മണവാദങ്ങൾ നമസ്കരിച്ചിട്ട് രാജാവാണെന്നുള്ള അഹന്ത പറഞ്ഞിട്ട് വാച ഇങ്ങനെ പറഞ്ഞു. സജാപി പാണ്ഡവേയാം സിന്ധു സൗവീരപതി തത്വജിജ്ഞാസായം സമ്യക് ശ്രദ്ധയാ അധികൃതാധികാര തത് ഹൃദയഗ്രന്ഥി വിമോചനം ദ്വിജവച ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ഹൃദയാവരുഹ്യ ശിരസാ പാദമൂലമുപസൃത ക്ഷമാപയൻ വിഗത നൃപദേവസ്മയ ഉവാച. പ്രജാപി പാണ്ഡവേയാം സിന്ധു സൗവീരപതിസ്തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാധികൃതാധികാരസ്തദ് ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ഹൃദയാവരുഹ്യ ശിരസാ പാദമൂലമുപസൃത ക്ഷമാപയൻ വിഗത നൃപദേവസ്മയ ഉവാച. കസ്ത്വം നിഗൂഢശരഫിദ്വിജാനാം ബിഭർഷി പുത്രം കഥമോ അവധൂത കസ്യാസി പുത്രത്തെഹാപി കസ്മാത് ക്ഷേമായ നശ്ചേദസി നോതശുക്ലാം. കസ്ത്വം താങ്കൾ ആരാണ്? ഇതുവരെ ഞാൻ ചോദിച്ചില്ലല്ലോ, വഴക്ക് പറഞ്ഞല്ലോ. നിഗൂഢചരഫി രഹസ്യമായി സഞ്ചരിച്ചു പോകുന്നത്. താൻ ആരാണെന്നുള്ളത് മറച്ചു പിടിച്ചുകൊണ്ട് ഗൂഢമായി സഞ്ചരിക്കുന്നത്. ദ്വിജാനാം സൂത്രം വിഭർഷി ബ്രാഹ്മണരുടെ അടയാളമായ ബ്രഹ്മസൂത്രം പൂണൂല് ധരിക്കുന്നു. ദ്വിജാനാം സൂത്രം വിഭർഷി ദ്വിജന്മാരുടെ സൂത്രം, ഇവിടെ സൂത്രം പൂണൂല, ബ്രഹ്മസൂത്രം എന്ന പേരുണ്ട്. അത് വിഭർഷി ധരിക്കുന്നു. കഥമോ അവധൂത, അതോ ഏതെങ്കിലും അവധൂതനാണ്. കസ്യാഫി ആരുടെ പുത്രൻ? പുത്രത്യ എവിടുന്നാണ് വരുന്നത്? ഇഹാപി കസ്മാത് ഇവിടെ വന്ന എന്തിനാ? നല്ല ചോദ്യങ്ങളാണ്. താങ്കൾ ആരാണ്? വേഷപ്രച്ഛന്നയായിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. പൂണൂര് കണ്ട് ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു. ആരുടെ പുത്രനാണ്? എവിടുന്ന് വരികയാണ്? ഇപ്പൊ ഇവിടെ വന്ന് ഈ പല്ലക്ക് നോക്കാൻ കാരണം എന്താണ്? ക്ഷേമായ ക്ഷേമായ ചേത്, ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഉത ശുക്ല അഫി
ശുക്ലൻ സത്വഗുണസ്വരൂപനായ വിഷ്ണു തന്നെയല്ലേ അങ്ങ്? ശുക്ലൻ എന്ന് വെച്ചാൽ സത്വഗുണം, വെളുപ്പാണ്, സത്വഗുണത്തിന്റെ പ്രതീകം. ഉത ശുക്ല, അതോ അങ്ങ് വിഷ്ണുവിന്റെ ഒരു സാക്ഷാത്കൃതമായ അവതാരമായിട്ട് വരികയാണോ? എനിക്ക് അത്ഭുതമായിരിക്കുന്നു താങ്കളെ. കസ്ത്വം നിഗൂഢശ്ചരഫിദ്വിജാനാം വിഭർഷിപുത്രം കഥമോവധൂത പശ്യാഫിപുത്രത്തെ ആപി കസ്മാത് ക്ഷേമായ നശ്ചേദഫിനോദ ശുക്ലാം. കസ്ത്വം നിഗൂഢശ്ചരഫിദ്വിജാനാം വിഭർഷിപുത്രം കഥമോവധൂത പശ്യാഫിപുത്രത്തെ ആപി കസ്മാത് ക്ഷേമായ നശ്ചേദഫിനോദ ശുക്ലാം. ആഹം വിശങ്കേ സുരരാജവജ്രാൻ ന രക്ഷശൂല ന യമഫ്യദണ്ഡാ നാഗ്ന്യർക്കഫോമാനിലവിത്തപാസ്ത്രാത് ശങ്കേ ഭുജം ബ്രഹ്മകുലാപമാനാത്. നാഹം വിശങ്കേ, അഹം വിശങ്കേ, ഞാൻ ആശങ്കിക്കുന്നു താങ്കളെ. സുരരാജ വജ്രാത്, ദേവേന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്നും, സുരരാജ വജ്രാത് ത്രക്ഷശൂലാത്, പരമശിവന്റെ ശൂലത്തിൽ നിന്നും, ത്രക്ഷൻ പരമശിവൻ 3 കണ്ണുള്ള ശൂലത്തിൽ നിന്നും, യമഫ്യ ദണ്ഡാത്, യമന്റെ ദണ്ഡം എന്ന ആയുധത്തിൽ നിന്നും, അഗ്നി അർക്ക സോമ അനില പിത്തപാ, അഗ്നി അറിയാം, അർക്കൻ സൂര്യനാണ്, സോമൻ ചന്ദ്രനാണ്, അനിലൻ വായുവാണ്, പിത്തപ്പൻ കുബേരനാണ്. ഇവരുടെ അസ്ത്രാത്, അഗ്നി അർക്ക സോമ അനില പിത്തപ അസ്ത്രാത്, അസ്ത്രത്തിൽ നിന്നും അഹം നവിശങ്കേ, ഞാൻ ഭയപ്പെടുന്നില്ല. ബ്രഹ്മകുല അവമാനാ, ബ്രാഹ്മണ വംശത്തെ അവമാനിക്കുന്നതിൽ നിന്നും ശങ്കേ, ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നു. ഞാൻ ആരുമായിക്കോട്ടെ, അങ്ങയുടെ വാഹനം കൊണ്ട് ഞാൻ നടന്നു പൊക്കോളാം എന്ന് കരുതി മറുപടി പറയാതിരിക്കരുത്. ഒന്നും മിണ്ടുന്നില്ലല്ലോ അദ്ദേഹം. ഞാനാരാണ്? ഞാൻ ആരുമല്ല, ഞാൻ സാക്ഷാൽ ബ്രഹ്മസ്വരൂപമായ ആത്മചൈതന്യം. അത്രയല്ലേ അറിഞ്ഞപ്പോഴേ. ഇനി വേണ്ടത് എന്താണ്? അങ്ങേക്ക് പോകണം, ഞാൻ ഈ പല്ലക്ക് ചോദിക്കും. ഇത് കേട്ടിട്ട് മറുപടി പറയാത്ത ഞാൻ വളരെ ഭയം, ഏറ്റവും ഭയന്നിരിക്കാം. ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് എനിക്ക് ഇത്രയും ഭയമില്ല, പരമശിവന്റെ ശൂലം കൊണ്ട് ഇത്രയും ഭയമില്ല, യമന്റെ ദണ്ഡം കൊണ്ടും ഇത്രയും ഭയമില്ല, അഗ്നിബാണം കൊണ്ട്, അർക്കബാണം കൊണ്ട്, സോമബാണം കൊണ്ട്, അനിലബാണം കൊണ്ട്, വിത്തപാസ്ത്രം കൊണ്ടും എനിക്ക് ഇത്രയും ഭയമില്ല. പക്ഷെ ബ്രാഹ്മണകുലത്തെ അവമാനിച്ചാൽ കിട്ടുന്ന ആ വേദന അതെനിക്ക് അതിഭയങ്കരമായ ശങ്കയുണ്ടാക്കുന്നു. അതുകൊണ്ട് അങ്ങ് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഈ അപമാനത്തെ ഒക്കെ ക്ഷമിച്ചെനിക്ക് മുമ്പ് തരാൻ പറ്റാതെ. നാഹം വിശങ്കേ പുരരാജവജ്രാൻ ന ത്രക്ഷശൂലാൻ നയമഫ്യദണ്ഡാൻ ന അഗ്നിർക്കഫോമാനിലവിത്തവാസ്ത്രാത് ശങ്കേ ഭൃശം ബ്രഹ്മകുലാപമാനാത്. നാഹം വിശങ്കേ പുരരാജവജ്രാൻ ന ത്രക്ഷശൂലം നയമഫ്യദണ്ഡാൻ ന അഗ്നിർക്കഫോമാനിലവിത്തവാസ്ത്രാത് ശങ്കേ ഭൃശം ബ്രഹ്മകുലാപമാനാത്. തദ്ബ്രൂഹ്യസംഘോ ജഡവന്നിഗൂഢവിജ്ഞാനബീജോ വിചരഫ്യപാരാം വജാംസി യോഗഗ്രഥിതാനിഫാധോ നനക്ഷമതേ മനസാഭിഭേദ്യം.
തത് ബ്രൂഹി, അതുകൊണ്ട് പറയൂ. തത്, അതുകൊണ്ട് ബ്രൂഹി പറയൂ. അസംഭോ, ഒന്നിനോടും ചേർച്ചയില്ലാത്തവനായ അങ്ങ്. ജഡവത്സ്, ജഡനെ പോലെ, മന്ദബുദ്ധിയെ പോലെ. നിഗൂഢ വിജ്ഞാന വീര്യ, ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിജ്ഞാനത്തിന്റെ വീര്യത്തോടു കൂടിയവനായ അങ്ങ് ഇപ്പോൾ മന്ദബുദ്ധിയെ പോലെയാണ് സഞ്ചരിക്കുന്നത്. ജഡവത് നിഗൂഢ വിജ്ഞാന വീര്യോ വിചരഫി, സഞ്ചരിക്കുന്നു. അപാര, മറുകര കാണാനാവാത്തവനാണ്. അങ്ങനെയാണ് അങ്ങിപ്പോ സഞ്ചരിക്കുന്നത്. വിജ്ഞാന വീര്യോ വിചരഫ്യപാര വജാംസി യോഗഗ്രഥിതാൻ, അങ്ങയുടെ വാക്കുകൾ യോഗം കൊണ്ട് നിബന്ധിക്കപ്പെട്ട വാക്കുകളാണ്. യോഗസാഗരത്തെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്നത്. യോഗഗ്രഥിതാനി ഹേ പാഥോ സജ്ജനമേ നനക്ഷമന്തേ മനസാഭിഭേത്വം, മനസ്സുകൊണ്ട് പോലും അതിനെ ഭേദിക്കാൻ ഞങ്ങൾ നക്ഷമന്തേ, ശക്തന്മാരല്ല. നക്ഷമന്തേ, ഞങ്ങൾ ശക്തന്മാരല്ല. ഞാൻ അതിഭീതനാണിപ്പോൾ, അതാണിപ്പോ ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങ് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കാരുണ്യം എന്നോട് കാണിക്കണം. അങ്ങ് പരമാത്മ ചൈതന്യമാണ് എന്നുള്ള ആ സത്യം കൊണ്ട് ലഭിച്ച അങ്ങയുടെ ശക്തിയെ പ്രകാശിപ്പിക്കാതെ അപാരമായ മഹിമയുള്ള അങ്ങ് ഒരു ജഡനെ പോലെ സഞ്ചരിക്കുകയാണ്. എല്ലാ യോഗസാധനകളും ഉള്ളിൽ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ വിവേകപൂർവമാണ്. അത് മനസ്സുകൊണ്ടുപോലും വിചാരിക്കാൻ ഞങ്ങൾക്ക് ശക്തം. പിന്നെ ആ വാക്കുകളുടെ അർത്ഥം ധരിക്കാൻ സാധിക്കില്ല എന്ന് പറയേണ്ടത്. തദ്ബ്രൂഹ്യസങ്കോചതപന്യഗൂഢ വിജ്ഞാന വീര്യോ വിചരഫ്യപാര വജാംസി യോഗഗ്രഥിതാനിപാതോ നക്ഷമന്തേ മനസാഭിഭേത്വം. തദ്ബ്രൂഹ്യസങ്കോചതപന്യഗൂഢ വിജ്ഞാന വീര്യോ വിചരഫ്യപാര വജാംസി യോഗഗ്രഥിതാനിപാതോ നക്ഷമന്തേ മനസാഭിഭേത്വം. അഹം ച യോഗേശ്വരമാത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പൃഷ്ടും പ്രവർത്തക്കിമിഹാരണം തത് സാക്ഷാദ്ധരി ജ്ഞാനകലാപതീർണം. അഹം ച, ഞാനും, യോഗേശ്വരം ആത്മതത്വവിദാം, ആത്മസ്വരൂപം അറിയുന്ന മുനീനാം പരമം ഗുരും വൈ, മുനിമാരുടെ പരമഗുരുവിനെ തന്നെ പ്രഷ്ടും പ്രവർത്ത, ആ പരമഗുരുവിനോട് ചോദിക്കാൻ വേണ്ടി ആണ് ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ്. പരമം ഗുരും വൈ പ്രഷ്ടും പ്രവർത്ത കിമിഹ അരണം തത്, ഈ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന്. ഇഹ, ഇവിടെ ഈ സംസാരത്തിൽ കിം അരണം, എന്താണ് ശരണം, അരണം വെച്ച ശരണം എന്ന് പ്രശ്നം ചോദിക്കാനായിട്ട് ഞാനും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പുറപ്പെട്ടത്. ആത്മതത്വത്തെ അറിയുന്ന മുനിമാരുടെ പരമഗുരുവാണ് സാക്ഷാൽ ശ്രീഹരിയുടെ അംശം കൊണ്ട് അവതരിച്ച യോഗേശ്വരനായ കപരമുനിയുടെ അടുത്തേക്കാണ് ഞാൻ പോവാ. ഈ സംസാരത്തിൽ നിന്ന് കരകയറുവാൻ ആരെ ആശ്രയിക്കണം എന്ന് ചോദിക്കാനാണ് ഞാൻ പോവാ. അങ്ങനെ പോകുന്നവനാണ് ഞാനെന്ന് അങ്ങ് ബോധ്യപ്പെട്ടിട്ട് അങ്ങ് ആരാണെന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തരാൻ യോഗ്യനാണ്, അങ്ങ് വരെ പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ വിനയപൂർവ്വം. എന്ത് മാറ്റം ഉണ്ടായി, നിമിഷം കൊണ്ട് മാറ്റം ഉണ്ടായി, നല്ല വാക്കുകൾ കൂടി. ഇതറിയാൻ വേണ്ടി പോകുന്ന ആളാണ്.
അഹം യോഗേശ്വരമാത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവർത്തക്കിമിഹാരണം തത് സാക്ഷാത്തരിം ജ്ഞാനകലാപതീർണം. അഹം യോഗേശ്വരമാത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവർത്തക്കിമിഹാരണം തത് സാക്ഷാത്തരിം ജ്ഞാനകലാപതീർണം. ജ്ഞാനകല കൊണ്ട് അവതരിച്ച് സാക്ഷാത്തായ ഹരിയോട് കവിരനോട് ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങയിൽ ഈ തത്വം അറിയണം. ഇനി 5-8 ശ്ലോകം കൂടി ഉണ്ട്. നമുക്കിന്ന് എന്തായാലും തീരില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാം. കാരണം ബാക്കിയെടുത്ത് അംഗീകാരം കുറവാൻ വേണ്ടി ഇവിടെ ഈ അധ്യായം തീരുള്ളൂ. നമുക്ക് 21 മുതലുള്ള ശ്ലോകം തീർച്ചയായും നോക്കാം. ആർക്കെങ്കിലും സംശയം വെച്ചു. ശുചഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ലേശം ഒന്നുമല്ലേ? ശുചഹ ശുചഹ ദുഃഖം, അതന്നെ ക്ലേശം. ശോകം, ക്ലേശം. ശോകം ശോകം എന്നുള്ളതല്ലേ അതിന്റെ ആ വാക്കിന്നാണ് ശുചം എന്നുള്ളത് വന്നതല്ലേ? അതെ അതെ, ശുക്ക് ശുക്ക് എന്ന ധാതുവിനാണ് ശോകം. ശുക്ക് എന്നുള്ള ഇപ്പൊ മനസ്സിലായത്. നമ്മളൊരു മലയാളത്തിൽ ശുച മറ്റേ ക്ലീൻ എന്നുള്ള അർത്ഥത്തിലാണല്ലോ പ്രയോഗിക്കുന്നത്. ശുചി എന്നുള്ള അർത്ഥത്തിൽ. അതാണ് പെട്ടെന്നൊരു ധാതു വ്യത്യാസമുണ്ട്. ശരിയാണ്. അതെ, ശുക്കാണ് അത് ചകാരമായിട്ട് മാറുന്നത്. ശരി സാറേ. അനുശോചനം, ശോചിക്കുക എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറയും. ശരിയാണ്. ശോകം ശോചമായിട്ട് മാറുക. ശരി. വീണ്ടും സംസാരിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമിദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.